ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പിലോപ്പി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അതെങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം വിഷാംശമൊക്കെ നിറഞ്ഞ മീനുകളല്ലേ ഇപ്പം വിൽപ്പനയ്ക്കുള്ളത്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കഷ്ണിച്ച് എല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇതിനകത്ത് ഇത്തിരി മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും കൂടെ ചേർത്ത് ഇത് വെച്ചിരിക്കുകയാണ്. കുറച്ച് നേരം ഒരു അരമണിക്കൂറോളമായി. വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോട്ടേന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. ഇനി ഒന്ന് കഴുകി അങ്ങ് വാരി എടുത്താൽ മാത്രം മതിയാവും. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചത്, ഇത് കറിവേപ്പില, അത് നമുക്ക് എണ്ണയ്ക്കകത്ത് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഞാനിന്ന് മുളക് പൊടി ശകലമൊക്കെ ചേർക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഇവിടെ ഉള്ളവരൊക്കെ കുറച്ച് എരിവ് കുറച്ച് കൂട്ടുന്ന ആൾക്കാരാണ്. ചെറുതായിട്ട് അതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇത് മിക്സിക്കകത്ത് മഞ്ഞൾപ്പൊടിയും മുളകും ഉലുവയും കൂടെ മിക്സിക്കകത്ത് നമ്മൾ ഒന്ന് വറുത്തിട്ടൊന്ന് അരച്ച് ചേർത്ത്, ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അരച്ച് ചേർത്തത്. കല്ലുപ്പാണ് ചേർക്കുന്നത്. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ പുളി കഴുകിയിട്ട് വെള്ളത്തിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പം അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല വണ്ണം തിളക്കട്ടെ. ഈ മുളകൊക്കെ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. പുളിയും ഉപ്പും എല്ലാം നല്ലവണ്ണം പിടിച്ചുകൊണ്ട് ആവശ്യത്തിന് ഉപ്പും എരിവും എല്ലാം ആവശ്യത്തിനുണ്ട്. ഇനി നമുക്ക് കഴുകി, ഞാൻ മഞ്ഞൾപ്പൊടിയും വിനാഗിരിക്കകത്ത് കഴുകി വൃത്തിയാക്കിയ മീനാണ്. അപ്പം അത് നമുക്ക് ഓരോന്നായിട്ട് കറക്കിടാം. ഇപ്പം വാങ്ങിക്കുന്ന മീനിനെല്ലാം മൊത്തം വിഷാംശമല്ലേ. അപ്പം കൂടുതലും ആൾക്കാരൊക്കെ ആണെങ്കിലും ഇതുപോലെ തന്നെയാണ് ഈ വിഷാംശമൊക്കെ കളയുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത് അമ്മച്ചി പറഞ്ഞു തന്നൊരു ട്രിക്കാണ്. ഇങ്ങനെ കഴുകിക്കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയും പിന്നെ വിനാഗിരിക്കകത്തോട്ട് ഒരു അരമണിക്കൂർ ഇട്ട ശേഷം ക്ലീൻ ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിഷാംശം കുറച്ചെങ്കിലും കുറയുമെന്ന് അമ്മച്ചി പറഞ്ഞു തന്നിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പം ഞാൻ തീ കൂട്ടിയിട്ടിട്ടാണ് ഇത് വേവിക്കുന്നത്. ഒന്ന് നല്ലവണ്ണം ഒന്ന് തിളച്ച ശേഷം നമുക്ക് ചെറു തീക്കകത്തിട്ടിട്ട് പറ്റിച്ചെടുക്കാം. അങ്ങനെ കറി എപ്പോഴും മീൻ കറി വെക്കുമ്പം നല്ല ഇതുപോലെ തിളച്ച ശേഷം തീ കുറച്ചിട്ട് നല്ല പറ്റിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അന്നേരം നല്ല ചാറ് നല്ലോണം കുറുകുകയും ചെയ്യും. നല്ല മീനൊക്കെ വെന്ത് നല്ല കുറുകിയിരിക്കും മീൻ കറി. പക്ഷേ നല്ല തീക്കകത്തിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അതിൻ്റെ ചാറൊക്കെ വറ്റുകയും ചെയ്യും. അധികം കൊഴുപ്പുണ്ടാവില്ല. അങ്ങനെ നമ്മുടെ മീൻ കറിയെല്ലാം നല്ല വറ്റി ഇതുണ്ട്, നല്ല കുറുകിയിട്ടുണ്ട്.
ഇനിയിപ്പോൾ മൺചട്ടിക്കകത്തിരിക്കുന്നതുകൊണ്ട് കുറച്ചും കൂടെ ഒന്ന് കുറുകും. ഇതിനകത്തോട്ട് നമുക്ക് പച്ച വെളിച്ചെണ്ണ ചാറ് ഒഴിക്കാം കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കി പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതങ്ങ്